സംസ്ഥാനത്ത് കനത്തു പെയ്യുകയാണ് കാലവർഷം. തിരുവനന്തപുരത്ത് അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇടുക്കിയുടെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. നെടുമങ്ങാട് KSRTC ഡിപ്പോയിൽ വെള്ളം കയറി. ഡിപ്പോയിലെ ഗാരേജിലാണ് വെള്ളം കയറിയത്. കനത്ത മഴയെ തുടർന്ന് സാങ്കേതിക സർവകലാശാല ഇന്നത്തെ പരീക്ഷകൾ മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സാന്ത്വന സജു ചേരുന്നു. ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷുമുണ്ട്. ആദ്യം സാന്ത്വന സജുവിലേക്ക്. സാന്ത്വന സജു, തെക്ക് തിരുവനന്തപുരത്തും കനത്ത മഴയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇന്നലെ ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണോ? എന്താണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയുടെ അവസ്ഥ? അരുൺ, കാലവർഷം ശക്തമായി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലവർഷ മഴ സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലും ഇപ്പോൾ വ്യാപകമായി പെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ അലേർട്ടുകൾ പ്രകാരം യെല്ലോ അലേർട്ടാണ് നൽകിയിരുന്നത്. ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് പ്രവചിച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ 3 മണിക്കൂറിലേക്ക് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. 3 മണിക്കൂർ മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്ന ഓറഞ്ച് അലേർട്ട് ഉണ്ടാകുക. 3 മണിക്കൂറിൽ ജില്ലയിൽ അതിശക്തമായ മഴ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും എല്ലാം തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ വലിയ മഴയാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും റോഡിലടക്കം വെള്ളക്കെട്ട് ഉണ്ടായ ഒരു സാഹചര്യവുമുണ്ട്. എല്ലായിടത്തുമില്ല, പക്ഷേ എന്നാൽ പോലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും ചെറിയ രീതിയിലാണെങ്കിലും ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. നെടുമങ്ങാട് KSRTC ഡിപ്പോയിൽ ഇന്നലെ രാത്രി ഉണ്ടായ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. വലിയ രീതിയിൽ കയറിയിട്ടില്ല, പക്ഷേ എന്നാൽ പോലും ഗാരേജിന്റെ ഭാഗത്തൊക്കെ തന്നെയും വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട് എന്ന് രാവിലെ നമ്മളിപ്പോൾ ഡിപ്പോയിൽ വിളിച്ചപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവിടെ മറ്റ് സ്പെയർ പാർട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്ന ഇടത്തും അതുപോലെ തന്നെ ഓഫീസ് മുറിയിലും ഒക്കെയാണ് വെള്ളം കയറിയിരിക്കുന്നത്. വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് KSRTC അധികൃതരിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്തിരിക്കുന്നത്. അരുൺ, എന്തായാലും സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസമാണിന്ന്. അത് വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. മറ്റു 11 ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കാറ്റിന്റെ ശക്തി കൂടും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അരുൺ, 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. സൂക്ഷിക്കുക. തിരുവനന്തപുരത്തും ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.